ചിരിപ്പിക്കാനുള്ള വക കണ്ടെത്താനും അതിനുള്ള വാചകങ്ങൾ കൃത്യമായി പാചകം ചെയ്യാനുള്ള കഴിവ് അപൂർവം ചിലർക്ക് കിട്ടുന്ന ദൈവികമായ കഴിവാണ്. ഈ സിദ്ധിയുള്ള ഒരു പറ്റം ചിരി എഴുത്തുകാർ റൈറ്റൽ എന്ന ചിരി എഴുത്തുകാരുടെ സംഘടനയ്ക്ക് രൂപം നൽകിയെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇവരിൽ പലരുടെയും നർമ്മപാചകത്തിൻ്റെ കൂട്ടുകൾ ഞാനും രുചിച്ച് നോക്കിയിട്ടുണ്ട്. അത് കൃത്യമായി വിളമ്പാൻ കൂടിയിട്ടുണ്ട്. അതിന് കയ്യടിയും നേടിയിട്ടുണ്ട്. സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാരുടെ പിന്മുറക്കാരായ പുതിയ തലമുറയിലെ ചിരി എഴുത്തുകാരുടെ ഈ കൂട്ടായ്മയ്ക്ക് റൈറ്റലിന് എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ റൈറ്റലിന് കഴിയട്ടെ. ഭാവുകങ്ങൾ. റൈറ്റൽ അവതരിപ്പിക്കുന്ന ഫ്ലൈ വേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം എന്നീ വേദിയിൽ സമാരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ഏറ്റവും സീനിയറായി, നമ്മുടെയൊക്കെ ഗുരുനാഥനായി ഞങ്ങളെല്ലാവരും കാണുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം ശ്രീ KS പ്രസാദ്. വളരെയധികം സന്തോഷം. ഈ ഡിസംബർ ആകുമ്പോൾ ഞാൻ പ്രൊഫഷണൽ മിമിക്രി രംഗത്തേക്ക് വന്നിട്ട് 50 വർഷം തികയാണ്. കൊച്ചിൻ കലാഭവനിലെത്തിയിട്ട് 45 വർഷം തികയാണ്. ഇത്രയും വർഷമായിട്ടും ഇതുപോലൊരു മത്സരം എന്തുകൊണ്ട് ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് ആലോചിക്കുകയാണ് ഞാൻ. കാരണം സിംഗിളായിട്ടുള്ള ചില മിമിക്രി മത്സരങ്ങൾ മാത്രമാണ് ഇതുവരെയും സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന് ആലോചിക്കുകയാണ്. ഇത് സാധാരണ ഒരു മിമിക്രി മത്സരമല്ല, 2 പേർ ചേർന്നുള്ള. സാധാരണ പലപ്പോഴും മിമിക്രി വൺ മാൻ ഷോ നടത്താൻ പറ്റാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷേ ഈ റൈറ്റലിൻ്റെ ആശയം എന്ന് പറയുന്നത് 2 കഥാപാത്രങ്ങൾ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിറ്റുകളും അതുപോലെ തന്നെ അനുകരണവും എല്ലാം അവതരിപ്പിക്കാനുള്ളൊരു നല്ല വേദിയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഒരു സൂപ്പർ ഹിറ്റായ സിനിമയിൽ നമ്മുടെ സ്വന്തം നെസ്ലിൻ്റെ പിതാവായി അഭിനയിച്ചിരിക്കുകയാണ് പ്രേമലുവിൽ. അത് വളരെ ശ്രദ്ധേയമായി വളരെയധികം അപ്രീസിയേഷൻ നേടിക്കൊണ്ട് പ്രസാദ് ഏട്ടനത് ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു. എന്താണ് അതിനെക്കുറിച്ച്? ഇനി സിനിമയിലേക്ക് ചുവടുവയ്ക്കാൻ പോവുകയാണോ? ഇനി അടുത്ത സിനിമ ഏതാണ്? ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോകും. ഇതുവരെ ആരും വിളിച്ചിട്ടില്ല, പോയില്ല. റൈറ്റൽ പ്രസൻസ് ഫ്ലൈ വേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം ഇവിടെ സമാരംഭിക്കാൻ പോവുകയാണ്. ഒഫീഷ്യൽ പാർട്ട്ണർ മെർമെയ്ഡ് ഹോട്ടൽ കൊച്ചി, ഡോക്ടർ സെറീന ബാക്ക് ടു ബാലൻസ്, ഒപ്പം ഫോറം മാൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ഒരു പരിപാടി ഗംഭീരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ മിന്നും താരത്തിന്. അപ്പോൾ നമ്മുടെ ഈ മിമിക്രി കോമ്പറ്റീഷനിൽ ആദ്യത്തെ ടീമിനെ തന്നെ വിളിക്കാം. ഫസ്റ്റ് വരുന്ന ടീം, വെൽക്കം കൊച്ചിൻ സൂപ്പർ ലീഗ്. ചെറിയൊരു കുഴപ്പമുണ്ടേ. എൻ്റെ കൂടെ വന്ന ആർട്ടിസ്റ്റ് അവനെ കാണാനില്ല. അവനാണ് എന്നെ ഇതെല്ലാം പഠിപ്പിച്ച് കൊണ്ടുവന്നത്. അവന് മുങ്ങിക്കളഞ്ഞ് ഈ ആളും ബഹളമൊക്കെ കണ്ടപ്പോൾ അവൻ പേടിച്ചു പോയി. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പാടില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ വേണം പെർഫോം ചെയ്യാൻ. ഞാൻ കോട്ടയത്തിന് ഇവിടം വരെ വന്നതല്ലേ. ആരാ എന്നാ വാ പെർഫോം ചെയ്യാം. ടൈമില്ല. ഓക്കെ ഓക്കെ ഇക്ക പറഞ്ഞിക്ക. ഇക്ക എന്നാ ചെയ്യുന്നേ? അല്ല, നമ്മള് പഴയ ഒരു കലാകാരനാണ്. പഴയ കലാകാരനാണ്. നമ്മളിവിടെ മാള് കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ നമുക്കൊരു മത്സരിക്കുന്ന ഒരു പൂതി തോന്നിയിട്ട് വന്നതാ. ആഗ്രഹം തോന്നി വന്ന. എന്റെ പേരെന്നാ? എൻ്റെ പേര് വിനീഷ്. നീ എന്നാ ചെയ്യണേ? ഞാൻ ഫിഗർ ചെയ്യും. എടാ പകയ അവിടെ ഫിഗർ ആണോ ചെയ്യണ്ടേ? സ്റ്റാർ അല്ലേ ചെയ്യണ്ടേ? ഇക്ക സ്റ്റാർ ചെയ്യോ? നമ്മൾ സ്റ്റാർ ചെയ്യുകയും ചെയ്യും, സ്റ്റാർ തൂക്കുകയും ചെയ്യും. ഇപ്പൊ സ്റ്റാർ ചെയ്യും. ഇത് കേട്ടിട്ട് മോശമാണെങ്കിൽ നാട്ടുകാർ നമ്മളെ പിടിച്ച് തൂക്കിക്കോളും കേട്ടോ. നമ്മളൊരു സംഭവം ചെയ്യും. ആ ചെയ്. നമ്മള് ആദ്യം ആരെയാ ചെയ്യുന്നേക്കാ? ആദ്യം നമ്മള് രാജു, മണിയമ്പിള്ള രാജു സാർ. മണിയമ്പിള്ള രാജു അല്ല പിന്നെ എന്റെ പൊന്നു മോനെ, നിന്നെയായിരുന്നോടാ ഇത്രയും നേരം ഞാൻ തല്ലിച്ചതച്ചത്. ഇതാ നീ, ഇത് നിന്റെ ഉമ്മ, എന്റെ ഒരേ ഒരു പെങ്ങൾ. അവളുടെ മരണമാ നിന്റെ ബാബയുടെ താളം തെറ്റിച്ചത്. അങ്ങോട്ട് നോക്കി പറ. 20 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് ജ്വരം പിടിച്ച നിന്നെയും കൊണ്ട് ഡോക്ടറെ കാണാൻ ഇറങ്ങിയതായി ബാബ. അതിനുശേഷം നിന്നെ തേടാത്ത നാടുകളില്ല. അങ്ങോട്ട് നോക്കി പറ. നിങ്ങൾക്കായി തേടാത്ത നാടുകളില്ല. അതേ മുന്നയാണോ പടച്ചോനെ നീ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്? യാ റബ്ബേ, നീ വലിയവനാ, ഏറ്റവും വലിയവൻ. നീ എന്നാ ചെയ്യണേ? ഞാൻ ഫിഗർ. എടാ പകയ അവിടെ ഫിഗർ അല്ലാന്ന് വോയിസ് ചെയ്യണം. ഞാൻ ഫിഗർ വിത്ത് വോയിസ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഫിഗറിന്റെ വോയിസ് ചെയ്യാം. കുഴപ്പമുണ്ടോ? ഞാൻ പഴയ നടൻ MGR സാറിന്റെ ഫിഗർ ചെയ്യാം. MGR സാറിന്റെ ഫിഗർ വിത്ത് വോയിസ്. വിത്ത് വോയിസ്. അപ്പൊ അതിന് മുമ്പ് നീ ചെറിയായിട്ട് വരുമ്പോഴേക്കും നമ്മളൊരു ചെറിയ സംഭവം ചെയ്യാം. ഓക്കെ. അതായത് മിമിക്രിക്കാർക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. എന്തൊക്കെ ചെയ്തോ ചെയ്ത് ആരാന്ന് വെച്ച് ഞാൻ വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മിമിക്രിക്കാരുടെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ ജയറാം. അപ്പോൾ ജയറാമേട്ടൻ്റെ ശബ്ദം ചെറുതായിട്ടൊന്ന് അനുകരിക്കുകയാണ്. ജയറാം.
അജോൺ എന്റെ പൊന്നോ, ആരായത് എന്തായത് വെറുതെ ഇങ്ങനെ പറു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒന്ന് പോയി കിടന്ന് ഉറങ്ങൻ്റെപ്പ. ദേ അല്ലാ, ആരായി വന്നത്? പടച്ചോന്, സ്റ്റാറിന്റെ ഇടയ്ക്ക് നമ്മുടെ സൗണ്ട് കയറി വന്നളവില്ലേ. ആടാ പഹയ, അവൻ MGR ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ MGRന്റെ ശബ്ദവും വോയിസും നമുക്ക് കേൾക്കാം. വേ വന്നു MG ശ്രീകുമാർ. MGR വാ. ആടാ என்ன மோந்தடது நான் வந்திருக்கேன். அடி எல்லாமே சைலண்டா இருக்கடா. சூப்பர். இந்த மேடையில மின்னும் தார ஷோ, அடி அமிர்தமான ஷோ, அடி புதியமான ஷோ. அம்பா இந்த நிகழ்ச்சியில நீங்க தானே சாரா இருக்கு. ஆட்டா அடி ஆஹா, നന്ദി, നമസ്കാരം. മോന്തയുടെ സാധനം അടിപൊളി കച്ചേരി കൊടുക്ക. ഓന്റെ പെർഫോമൻസ് അടിപൊളിയാ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മളൊരു സൗണ്ട് ചെയ്യുമ്പോ നിനക്ക് ഫിഗർ ചെയ്യാൻ പറ്റുമോ? ചെയ്യ. ആരാന്ന് പറ. ബൈജു. വേഗം നീ വേഗം ഫിഗർ ചെയ്തോ. ബൈജു ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ബൈജു ആയിട്ട് വേഗം. എന്നാടാ അത്? എന്നാത്? ബൈജു. ഏ അയ്യപ്പ ബൈജു. എടാ പകയ അയ്യപ്പ ബൈജു ആണോ പറഞ്ഞത്? പിന്നെ ഏത് ബൈജുവാ? എന്റെ പൊന്ന് ചേച്ചി, കുറച്ച് നാളായ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയായിട്ടും പറയാൻ പറ്റിയിട്ടില്ല. നിന്റെ പേര് ഷാജി എന്നാ? വിനീഷ് കോട്ടയം. എടാ അതല്ല, നീ ഡയലോഗ് പറഞ്ഞല്ലേ നിന്റെ പേര് ഷാജി എന്നാ? അങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ള എല്ലാവർക്കും ഷാജി എന്ന് പേരുണ്ടാവും. അതാകുമ്പോ പിന്നെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഏത് സാറ്? എഴുപുന്ന ബൈജു. എടാ പകയ എഴുപിന്ന ബൈജു ആണോടാ? പൊന്നപ്പറ ബൈജു, അങ്ങനെ. സാധാ ബൈജു. ഇനി അവസാനമായിട്ട് നീ എന്നാ ചെയ്യാൻ പോണം? ബാലനെ ചെയ്യും. ബാലൻ. ഇത്രയും പെരുത്ത മനുഷ്യൻ ചെറിയ ബാലനെ ചെയ്യാൻ പോവാ. ചെറിയ ബാലനല്ല, കമ്മട്ടിപ്പാട സിനിമ കണ്ടോ? കമ്മട്ടിപ്പാട സിനിമയിലെ ബാലൻ. ആ ബാലൻ നീ ചെയ്യാൻ പോവാ? ഞാൻ ചെയ്യാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറയുവാ. നമ്മള് ദുൽഖർ ചെയ്യും. ഈ കോലത്തിൽ നിന്നുണ്ട്. ഈ കോലത്തിലല്ലെന്ന്, പിന്നെ ഈ രൂപത്തിൽ നിന്നുണ്ടോ? നമുക്ക് അല്ലെ നമ്മൾ ദുൽഖറിന്റെ രൂപമായിട്ട് വന്നിട്ട് നമ്മൾ ചെയ്യും. ദുൽഖറിന്റെ വോയിസ് ചെയ്യും നമ്മള്. പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഫിഗർ നിസ്സാര കളിയല്ല. എന്താണ്? കോസ്റ്റ്യൂം വേണം. കോസ്റ്റ്യൂം കൊണ്ടുവന്നിട്ടുണ്ടോ? കോസ്റ്റ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ വേറെ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കണത് ഈ സാധനം ഊരി കളഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ഇത് കണ്ട മുണ്ട് പറിക്കല്ലേ? മുണ്ടല്ല. ആ കുഴപ്പമില്ല. നീ എനിക്ക് ആ കോട്ടൺ തരാമോ? എടുത്തോ. ഇപ്പൊ നോക്കാം. ഈ കോട്ടിടും. കോട്ടിട്ടിട്ട് അല്ല പഠിച്ചോനെ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം. നീ ഇവിടെ MGR വന്നപ്പോ ഞാൻ നിന്നെ സഹായിച്ചതാ. അപ്പൊ നീ എന്തെങ്കിലും എന്നെ സഹായിക്കണം. ഞാൻ വേറൊരു നടന്റെ വോയിസ് ചെയ്യാം. എഴുതിയാറുണ്ട് എം നമ്പ്യാർ. എടാ പകയ എം നമ്പ്യാരൊക്കെ ആർക്കെങ്കിലും മനസ്സിലാവൂടെ? ഉള്ള എന്റെ ഫിഗർ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. ഫിഗർ കാണാൻ മനസ്സിലാവും. അന്ന് നീ ചെയ്യാം. സുന്ദരിയായ ഒരു ഭാര്യ യോഗിരായ വഴിയിലുണ്ട്. എനിക്കങ്ങനെ ആരുണ്ട് രാഘവ? ദുൽഖറെ ഒരുങ്ങിയോ? എന്റെ പെടലിങ് ഞരമ്പ് പൊട്ടാൻ വേഗം വരുന്നേ വാ, പണ്ടാരം അടക്കാനായിട്ട്. എത്ര നേരം വേണം നോക്കി നിൽക്കുന്നത്? വാടാ. അയ്യോ അയ്യോ അയ്യോ. വാടാ റെഡി. ദുൽഖർ സൽമാൻ. കുഞ്ഞു, നിങ്ങളൊക്കെ ജീവിതം വെറും നീർക്കുമ്പള പോലെ. വീട്ടുകാരും നാട്ടുകാരും പ്രതീക്ഷയുടെ പ്രഷർ കുക്കറങ്ങളൊക്കെ ജീവിക്കുന്നത് എൻട്രൻസ് കാര്യം ഞാൻ ചോദിക്കും. കോളേജിൽ പോയില്ലേ? കോളേജിൽ പോയി കഴിഞ്ഞാൽ ജോലി ആയില്ലേ? ജോലി ആയിക്കഴിഞ്ഞാൽ എത്രയാ സാലറി? ഉപ്പ നീ പഠിച്ചത് MB യാ, അല്ലാതെ ഷെഫിന്റെ ജോലിയല്ല. ഇംഗ്ലീഷ് നിൽക്കാൻ കഴിച്ച് ബിരിയാണിയും കഴിച്ച് പോകാൻ നോക്കുപ്പ. താങ്ക് യു. അപ്പൊ എന്നായാലും നമ്മുടെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മുടെ ബാലൻ ചേട്ടന്റെ രൂപമായിട്ട് ഓൻ വരാൻ പോവാണ്. എടാ പകയാ, നീ എന്നെ നിർത്തി അവിച്ചേക്കൂട്ട് നീ ഇവിടെ എന്നെ നിർത്തി അവിക്കാൻ പോവാണോ? ബാലൻ ചേട്ടനായിട്ട് നമ്മുടെ ബാലൻ ചേട്ടൻ ഇടി കൊണ്ട് ചമ്പുനാറികള് എവിടെ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ആരാണ്? നിനക്കിടിക്കണ? എനിക്ക് നീ ആരടാ നിന്നെ തല്ലിയത്? കരാട്ടക്കാര്. കരാട്ട കോപ്പ്. നിനക്കിടിക്കണ? എനിക്ക് ഇടിക്കണം. നിനക്കിടിക്കണ? ഇടിച്ചു പൊളിക്കണ പന്നീനെ. എന്താണ്? എന്നാ മണി കാണിച്ചു? എന്താണ്? ഒരു തമാശ പറഞ്ഞപ്പോ എന്റെ പല്ലല്ലോ പോയോണ്ടോ? അതെന്താ അത്? എന്റെ പല്ല്. ആ പല്ല് വല്ലപ്പോഴും ഒന്ന് തേക്കാൻ പാടില്ല. ഞാനൊരു കാര്യം പറയട്ടെ. പ്രശ്നം കേട്ടോ. എന്താണ്? മറ്റേ ഇല്ല, സമയം കഴിഞ്ഞു. ഇനി ക്ലൈമാക്സ് അടിക്കണ പക. ക്ലൈമാക്സ് എന്റെ ഇല്ല, അവൻ കൊണ്ടുപോയില്ലേ? ആര്? എന്റെ കൂടെ ഒരുത്തം വന്നായിരുന്നല്ലോ. അവന്റെ ക്ലൈമാക്സ്. ക്ലൈമാക്സ് കൊണ്ടുപോയി. അവൻ കൊണ്ടുപോയി, എന്റെ ഇല്ല. ഇനി ഇപ്പൊ എന്നാ നമ്മള് ചെയ്യണേ? ഇതിനും വലിയ ക്ലൈമാക്സ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. വിട്ടോ. എങ്ങനെയാ?